ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈ ഹലാൽ ഹറാം വെച്ചിട്ടാണ് മുസ്ലിം മതവിഭാഗത്തിൽ വേർതിരിച്ചിട്ടുള്ളത്. ഇവരെ വിചാരം ഹലാൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഉണ്ടാക്കിയ ഫുഡ് ഹറാമാണ്, അത് ഹലാലല്ല. ഹിന്ദുക്കളുടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് അത് ഹലാലല്ല. ഇങ്ങനത്തെ ഒരുപാട് വൃത്തികെട്ട ചെറ്റ വർത്താനങ്ങൾ ഈ നായിൻ്റെ മക്കൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. നമ്മുടെ നാട്ടിലെ ഇപ്പൊ സംഘികൾക്ക് ഈ പ്രത്യേക മതവിഭാഗം, അതായത് മുസ്ലിം മതവിഭാഗത്തിന്റെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഹലാല്. ഹലാല് പണ്ടേ ഉണ്ട്. ഹലാല് ഇസ്ലാം ഉണ്ടായ കാലം മുതലുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടാണ് നമ്മളെ സകലമാന തിട്ടസംഖ്യകളും ഈ ഹലാൽ എന്ന് പറഞ്ഞ വേർഡ് എടുത്തിട്ട് ആവശ്യമില്ലാത്തടത്തെല്ലാം കുത്തിക്കയറ്റി ചെറ്റത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് സംഖ്യകളെ എടുത്തു നോക്കിയാലും കാണാൻ പറ്റും ഹലാലിൻ്റെ 4 പോസ്റ്റിങ്ങിലൂടെ. എന്താണ് ഹലാൽ എന്ന് പോലും അറിയാത്ത വിവരദോഷികളായിട്ടുള്ള മരമണ്ട കൂഷ്മാണ്ഡങ്ങളാണ് ഈ സംഖ്യകൾ എന്നുള്ളത് വേറെ കാര്യം. അപ്പം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കുറച്ച് മുമ്പായിട്ട് ഒരു 2 ആഴ്ച മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു: വെളിച്ചെണ്ണ ജനകീയ ആവശ്യം കണക്കിലെടുത്ത് ഹലാൽ വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കിയ വിവരം സസന്തോഷം അറിയിക്കുന്നതും പറഞ്ഞിട്ട് പാരച്യൂട്ടിൻ്റെ മുകളിൽ ഒരു ഹലാലിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഫോട്ടോ ആണ്. ഈ മരവാഴക്കറിയില്ല അതൊരു ഫേക്ക് ഫോട്ടോ ആണെന്നുള്ളത്. അതിൻ്റെ ഫാക്ട് ചെക്ക് നോക്കി, മലയാള മനോരമ ഓൺലൈൻ്റെ ഒരു ഇത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ ഫാക്ട് ചെക്ക് നോക്കി അവർ മറ്റേ ഫോട്ടോ ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി അവരങ്ങനെ സെർച്ച് ചെയ്ത് പോയ സമയത്ത് പാരച്യൂട്ട് അങ്ങനെ സംഭവം ഇറക്കിയിട്ടില്ല. പാരച്യൂട്ട് ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അതിൽ ഹലാൽ കുന്തവും കൊടച്ചക്രമൊന്നും പാരച്യൂട്ടായിട്ട് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു സ്റ്റിക്കർ എവിടുന്നോ ഒട്ടിച്ച് ഏതോ മരവാണം സംഘി എവിടുന്നോ വേറെ നിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ഒട്ടിച്ച് പരത്തിയ ഒരു ഫോട്ടോ ആണ്. പിന്നെ സംഘികളുടെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഗോദി മീഡിയയിൽ വരുന്ന മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന എന്ത് തരികിട പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം റീപോസ്റ്റ് ചെയ്യും. അതെന്താണോ സത്യാവസ്ഥ അറിയില്ല. കാരണം അത്ര ബോധമുള്ളൂ. ഈ ചാണകം തെറ്റികൾക്ക് ഒരു ചാണകപ്പുഴുവിൻ്റെ ബോധം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബോധം വെച്ചിട്ടാണ് ഇവന്മാർ ഇതൊക്കെ പടച്ചു വിടുന്നത്. അപ്പം ഇത് കണ്ട് അങ്ങ് സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്ത് നിറയ്ക്കുക ചെയ്യുക. പിന്നെ താഴത്ത് വന്ന് കടകുടാന്നുള്ള സംസാരവും ചിരിയും വാണവർത്താനും മാത്രമേ ഇവന്മാർ പറയുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കുറേ ഉണ്ട്. ഈ കാവിപ്പട, മോദിപ്പട, മറ്റേ പട, മറച്ചേപട, വാനരപ്പട, ശ്രീരാമപട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഈ പറഞ്ഞ ചാനലുകളിലൊക്കെ ഈ പോസ്റ്റ് വന്നിട്ടുണ്ട് ഈ പാരച്യൂട്ടിൻ്റെ. അങ്ങനെ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇവരിങ്ങനെ നോക്കി. അപ്പം ഈ ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസി ഹലാൽ അവർ കൊടുക്കുന്ന ലേബലാണിത്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ലേബിൽ ഈ പറഞ്ഞ പാരച്യൂട്ടിന് ആരും കൊടുത്തിട്ടില്ല. പാരച്യൂട്ട് കമ്പനി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പാരച്യൂട്ട് കൊടുക്കാറുള്ളത് അവരുടെ പിന്നിൽ അവർ യൂസ് ചെയ്ത കോമ്പണൻസ് എന്തൊക്കെയാണ് അതിൽ അവർ യൂസ് ചെയ്ത കണ്ടന്റ് എന്നിട്ടും. അപ്പോൾ അതെല്ലാം ഹലാലായിട്ടുള്ള കാര്യങ്ങളാണ്. ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റാത്തതെന്നല്ല, അതായത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് ഹലാൽ ഭക്ഷണത്തിൽ മാത്രമല്ല, ഹലാലായി അതായത് മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹലാൽ എന്താ പറയുക ഹറാം എന്ന് പറയും, നല്ല കാര്യങ്ങളൊക്കെ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയും. അത് ഭക്ഷണം എന്നില്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈ ഹലാൽ ഹറാം വെച്ചിട്ടാണ് മുസ്ലിം മതവിഭാഗത്തിൽ വേർതിരിച്ചിട്ടുള്ളത്. ഇവരെ വിചാരം ഹലാൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഉണ്ടാക്കിയ ഫുഡ് ഹറാമാണ്, അത് ഹലാലല്ല. ഹിന്ദുക്കളുടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് അത് ഹലാലല്ല. ഇങ്ങനത്തെ ഒരുപാട് വൃത്തികെട്ട ചെറ്റ വർത്താനങ്ങൾ ഈ നായിൻ്റെ മക്കൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം, നമ്മളിവിടെ പറയുന്നില്ല. അപ്പം ഈ എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞത് അതെ, ഈ വ്യാജ പ്രചരണം തടയാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു ശക്തി ഇലക്റ്റീവിൻ്റെ ഭാഗമായ തെലുഗു പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ഫാക്ട് ചെക്കിൽ നിന്നാണ് ഇവർ ഡീറ്റെയിൽസ് എടുത്തത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇട്ടത്. അപ്പം ഈ പാരച്യൂട്ടിൻ്റെ മേലെ അവർ ഓൾറെഡി ഒട്ടിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റൗണ്ട് കളറിൽ ഗ്രീൻ കളറിൽ ഒരു ഇതുണ്ടാവും. അതായത് വെജിറ്റേറിയൻ ആണോ, അതിൽ മറ്റ് കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒട്ടിക്കാറുണ്ട്. അതാണ് അവരുടെ സിമ്പിൾ. അതിൻ്റെ അപ്പുറത്തോട്ട് അവർ ഹലാലും ഹറാമും ഒന്നും ഒട്ടിക്കുന്നില്ല എന്ന് അവരും ക്ലിയർ ചെയ്തത്. അപ്പം ഇങ്ങനെ കാണുന്ന പോസ്റ്റുകളൊക്കെ കാണുമ്പോഴേക്കും എടുത്തങ്ങ് വാരി പൂശുന്ന സംഖ്യകളുണ്ടാണ് പറയണത്. നീയൊക്കെ എന്തിനുണ്ടായതാണോ തമ്പുരാനെ തോന്നിപ്പോ. അങ്ങനെ കുറേ പേജുണ്ട്. വേറൊരു പേജ് കണ്ട മായ എന്ന് പറഞ്ഞിട്ടുള്ള, അറിയില്ല, മായാലോകം മാഷാ അല്ലാഹ്, ഇനി ആഘോഷരാവ് പുള്ളേ. അത് ശരിയായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ പ്രത്യേകിച്ച് ഹിന്ദുക്കളല്ല, ഈ സംഘികൾക്ക് വെളിച്ചെണ്ണനോട് എന്തോ പ്രത്യേക താല്പര്യമുണ്ട്. അവരുടെ വെളിച്ചെണ്ണ താല്പര്യമാണോ ബാക്കിയുള്ളവരെ മേലോട്ട് ഇടുന്നത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. സംഘി സന്യാസികളും സംഘി ടീമിൻ്റെ ഒക്കെ എടുത്ത് നിന്നാൽ എനിക്ക് ഇപ്പന്മാരൊക്കെ പലതരം പൂജകൾ നടത്തുന്നുണ്ട്. ഇവർ വെളിച്ചെണ്ണ പൂജ നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു ബലമായ സംശയമുണ്ട്. അവരെ മേലേക്ക് ആൾക്കാർ വെളിച്ചെണ്ണ പൂജ നടത്തുന്നത് തിരിയാണ്ടിരിക്കാനാണ് അവർ ഈ ബാക്കിയുള്ള ആൾക്കാരെ മേലോട്ട് ഇത് കുത്തിക്കയറ്റിടുന്നത്. നല്ല കറക്റ്റായിട്ട് അതായത് ഇങ്ങനത്തെ പ്രചരണങ്ങൾ വരുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര കൊട്ടി ഘോഷിച്ച് നടക്കുന്ന ഈ പറഞ്ഞ ആ വൃത്തികെട്ട ചങ്ങായി എന്താണ്, ആ ഊള വക്കീലിൻ്റെ പേരെന്തായിരുന്നു, കൃഷ്ണരായൻ, സംഗിരായൻ എന്ന് വിളിക്കാം നമുക്ക്. സംഗിരായനൊക്കെ മാതിരി പോസ്റ്റും തന്നെ അവൻ്റെ മുഖത്ത് നോക്കിയാൽ അവൻ
സംഗിരായപ്പൻ. ഈ സംഗിരായപ്പൻ അവൻ്റെ പോസ്റ്റ് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ഉണ്ടായി ഇവൻ്റെ ഒക്കെ മുഖത്തോട്ട് നോക്കിയാലറിയാം ഇവനാ മറ്റേതാണെന്നുള്ളത്. അത് തന്നെ ഇവനൊക്കെ പരിപാടി. ഇവനൊക്കെ ഒറ്റ കിട്ടിക്കഴിഞ്ഞാൽ വല്ല ആമ്പിള്ളേരൊക്കെ ഇവൻ്റെ മുമ്പിലൊന്നും ചെല്ലരുത് കേട്ടോ. ഇവൻ കയ്യിൽ പാരച്ചൂട്ട് കയറ്റിയാണ് നടക്കുന്നത്. അതെ, ഇവൻ പാരച്ചൂട്ട് കയറ്റിയാണ് നടക്കുന്നത്. ഇവൻ ആ വെളിച്ചറിഞ്ഞിട്ട് വല്ല പ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ മക്കളെ ഇവന് നീറ്റ് നടക്കാൻ അങ്ങ് അടുത്ത ദിവസം കഴിയൂല. അതുകൊണ്ട് ഇവൻ്റെ ഒക്കെ മുമ്പ് ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധയോടൊക്കെ പോകും. ഇവൻ എന്താ ചെയ്യാന്ന് പറയാം, വെളിച്ചെണ്ണ പ്രയോഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞോളൂ. അപ്പോൾ വെറുതെ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത്. ഈ ചെറ്റകൾ, ഇങ്ങനത്തെ കുറേ ചെറ്റ വർത്താനങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും പല സ്റ്റിക്കർ ഒട്ടിച്ച് വൃത്തികെട്ട വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. അത് അവർ നടന്നുകൊണ്ടേയിരിക്കും. അതിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. കാരണം അത്രേ ബോധമുള്ളൂ. ചാണകം തിന്നികൾക്ക് ചാണകപ്പുഴുവിൻ്റെ ബോധം മാത്രമേ കാണൂ. അതിനേക്കാൾ വലുതും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ ഹലാലിൻ്റെ ഫാക്ട് ചെക്ക് നോക്കിയ സമയത്ത് ഇങ്ങനെ സംഭവം പാരച്യൂട്ടായി ചെയ്തിട്ടില്ല. ഇത് ചെയ്തത് പരസംഖികളാണ്, ചാണകസംഖികളാണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഇത് പടർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വെളിച്ചെണ്ണ സംഖ്യകൾക്കും നമ്മുടെ വക എന്താ പറയുക, ജയ് ശ്രീറാം പറയണോ? വേണ്ട, വെറുതെ ആ പാവപ്പെട്ട നല്ലൊരു ഭഗവാന്റെ പേര് നമ്മൾ എടുത്തിട്ടുണ്ട് കാര്യമില്ലല്ലേ. അപ്പം ജയ് രായപ്പൻ.